ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഫ്രീ ഫയർ ആണ്. അപ്പോൾ നമ്മളിന്ന് ഒരു CS റാങ്ക്ഡ് ആണ് കളിക്കുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, CS റാങ്ക്ഡിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം പോയിട്ട്. അപ്പോൾ ഇത്രയും കോമ്പിനേഷൻസ് വെച്ചാൽ നമുക്ക് നന്നായിട്ട് CS കളിക്കാൻ പറ്റും. ഞാൻ ഒരു നല്ല കോമ്പിനേഷൻ എന്ന് പറയാം ഇത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. ഇതിൽ ഓരോന്നാണ് മൗഗിൾ നങ്ങിയൊരു ഈ പ്ലെയർ ഉണ്ട്. അപ്പോൾ ആ പ്ലെയർ പിന്നെ ജോസഫ് എന്നാണ് പ്ലെയർ. അപ്പോൾ നമുക്കൊരു CS സ്റ്റാർട്ട് ചെയ്തൊക്കാം. അപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊരു ഗെയിം പ്ലേ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തോക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഫൈറ്റിന് പോയാൽ മതി. നമ്മൾ ആൾക്കാരെല്ലാം ഗണ്ണ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം ഒരു കാര്യമുണ്ട് ഗൈസ്, അതിന് നമ്മൾ ഗണ്ണ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. കളി തോക്കാതെ നിന്നാൽ മതി. കളി എന്തായാലും തോക്കില്ല, നമ്മൾ അങ്ങനത്തെ കോമ്പിനേഷൻ യൂസ് ചെയ്തിരുന്നു. അപ്പം നമുക്ക് നേരെ ഓടാം. നമ്മളും പിന്നെ നമ്മളെപ്പോലത്തെ വേറൊരു പ്ലെയറും ഒരേ തോക്കാണ് കേട്ടോ. നമ്മുടെ ടീംമേറ്റ്സൊക്കെ എല്ലാവരും ഞാൻ അടുത്ത തോക്കാണല്ലോ ആണെന്നാ തോന്നേ. അപ്പം ഗൈസ്, മുകളിലൊരു എനിമി ഉണ്ട്, മണ്ടയിലൊരു എനിമി ഉണ്ട്. നമുക്ക് സൂം ചെയ്ത് അടിച്ചിടാൻ പറ്റിയില്ല. അപ്പം നമ്മൾ മുകളിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് എവിടുന്നും അടി വന്ന് പിന്നുന്നായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളെ ഫ്രണ്ട് നമ്മളെ രക്ഷിക്കാൻ വന്നിട്ടുണ്ട്, റിവൈവ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നിന്ന് പെട്ടെന്ന് അടി വന്നപ്പോൾ അപ്പം നേരെ നമ്മൾ ആ എനിമീൻ്റെ ലൂട്ട് എടുത്തിട്ടുണ്ട് തൽക്കാലം. ഓക്കെ, അപ്പം നമ്മൾ ഞാൻ നേരെ റിവൈവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവൻ കൈ കൊണ്ടടിച്ചിരുന്നു അതാണ്ട് ഇപ്പം കൈ കൊണ്ടടിച്ചിരുന്നേ. അപ്പോൾ ഓനെ നമ്മൾ കൊന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിനെ നമുക്ക് റിവൈവ് ചെയ്യാം. അപ്പോൾ ഓരോൻ്റെ പേർക്ക് ആക്റ്റീവ് ചെയ്യാൻ പറ്റും. ആവശ്യമുള്ള സമയത്ത് ആക്റ്റീവ് ആക്കിയാൽ മതി. കുനിഞ്ഞിരിക്കാം, നമുക്ക് മെഡടിയുണ്ട്, മെഡടിക്കാം. ഇനിമി അവിടെ നമ്മൾ മുമ്പിൽ നമുക്ക് വെടി വെക്കാൻ വെടിക്ക്. അപ്പോൾ നമ്മൾ എനിമീനെ കൊന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പം നിറയെ ഗണ്ണ് എടുക്കാൻ പറ്റും. കാരണം നമ്മൾ നേരത്തെ മറ്റേ ഗണ്ണ് സൂമിങ് ഗണ്ണാണ് എടുത്ത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഗണ്ണ് എടുത്തിട്ടുണ്ട്, നല്ല ഇത് ഗണ്ണ്. എനിക്ക് കലഹാരി ഇങ്ങനത്തെ കലഹാരിത്തെ ഇങ്ങനത്തെ സ്ഥലം എനിക്ക് CS അത്ര ഇഷ്ടമല്ല. ഇതാണ് എനിക്ക് ഏറ്റവും പാടുള്ള കുറച്ച് സ്ഥലേ. ഇതാണ് എനിക്ക് ഏറ്റവും കുറച്ച് പാടുള്ള സ്ഥലം. എൻ്റെ ടീംമേറ്റ്സ് പിന്നെ ഞാൻ അത്യാവശ്യം ഇതാണ്ട് എങ്ങനെയൊക്കെ ജയിച്ച് പോണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടീംമേറ്റിനെ ആരും അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും കയറി അടിച്ചിട്ടുണ്ട്. മറ്റേ നമ്മൾ നേരത്തെ ഒരു ഓരോണെ കൊന്നിരുന്നു, ആ ഓരോണാണ് അപ്പോൾ സൈഡിൽ. അപ്പം നമ്മളെ ടീംമേറ്റ് നമുക്ക് റിവൈവ് ചെയ്യാം. അപ്പോൾ വേറെ ഇവിടെ നിന്ന് അടി വന്നപ്പോൾ നമ്മൾ ഗ്ലൂ ആയിട്ടുണ്ട്. നമ്മൾ സൈഡിൽ കൂടെ പോയിട്ടുണ്ട്. മെഡടിക്കുക. ഇവൻ അലോക്കായതുകൊണ്ട് നമുക്ക് കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ട്, ഹെൽത്ത് കുറച്ച് കൂടിയുണ്ട്.
അപ്പോൾ ഇവൻ എനിമീ കണ്ടെന്ന് തോന്നുന്നു. ഇവൻ്റെ മോൾ അപ്പം നമ്മൾ എനിമീനെ കണ്ടപ്പോൾ അതിനെ അടിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത കളിയുണ്ട് 2-0. അപ്പം നമ്മൾ നേരത്തെ എടുത്ത ഗണ്ണ് തൽക്കാലം മാക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള കുറച്ച് പ്രോകളാണ്. ഒരാൾ നമ്മളെ 100 ലെവൽ അടിച്ചിട്ടുണ്ട്. 100 ലെവൽ അടിച്ചിട്ടുണ്ട് ഒരാളെ. നമുക്ക് തൽക്കാലം മുകളിൽ കൂടെ കയറി പോവാ. ഈ മുകളിൽ കൂടെ കയറി പോകുമ്പോൾ ഇത് റിസ്ക്കാണ്, കുറച്ച് പാടാണ് ഗൈസ്. അത് താഴെ വീണ് ഒന്നുകൂടി മുകളിൽ കയറാം. പിന്നെയും താഴെ വീണ് ഒന്നുകൂടി മുകളിൽ കയറാം. മുകളിൽ എത്തിയിട്ടുണ്ട്. കൂടെ എനിമീസൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കാം. ഈ കളി ജയിച്ചാൽ മതിയായിരുന്നു. ഈ മാച്ച് എനിക്ക് ഈ സ്ഥലം പറ്റൂല ഗൈസ്. ഈ സ്ഥലം കുറച്ച് പാടാം. അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഡെത്തായിട്ടുണ്ട്. അപ്പോൾ ഓനെ റിവൈവ് ചെയ്യാൻ അപ്പോൾ ഡെത്ത്. അപ്പോൾ ഗൈസ് ഒരാൾ കൂടി ചത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 2 പേരേ ഉള്ളൂ. ഓരോ ടീമിൽ 6 പേരുണ്ടല്ലോ. ഈ കളി തോക്കാനുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, വേഗം പോയി ലൂട്ടർക്ക് വേഗം പോയി അടി. അപ്പം നമുക്ക് വേഗം പോയി അടിക്കുന്നുണ്ട്. അപ്പം നമുക്ക് 2 കില്ല് ഈസി ആയല്ലോ. ഓരൊക്കെ വണ്ടാ പിടിച്ചിട്ടുണ്ട്. 2 ചത്തിട്ടുണ്ട്. അപ്പം ഇനി ഒരാളുള്ളൂ കേട്ടോ. ഇനി ഒരേ ഒരാളെ ഇനി ഉള്ളൂ. ഓരോണ്ട് പവർ യൂസ് ചെയ്യുക. ബാക്ക്. പിന്നെ ഇതൊക്കെ ജയിക്കാൻ നിങ്ങൾക്ക് ഈ കോമ്പിനേഷൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഗൈസ്. അപ്പോൾ എനിക്ക് ഒരു നല്ലൊരു സ്ക്വാഡ് ഉണ്ട്. ആ സ്ക്വാഡിൻ്റെ കൂടെയാണ് കളിക്കണേ. അല്ലാതെ നിങ്ങൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു നല്ല ഒരു സ്ക്വാഡ് വേണോ, അല്ലെങ്കിൽ നിങ്ങൾ എത്ര കോമ്പിനേഷൻ ഇട്ട് കളിച്ചാലും നിങ്ങൾക്ക് ഇത് വരില്ല, ജയിക്കാൻ പറ്റില്ല. ചില കളിയിലൊക്കെ നിങ്ങൾ തോക്കും. നിങ്ങളുടെ ടീം നല്ല ടീം അല്ലെങ്കിൽ നല്ലൊരു ടീം അല്ലെങ്കിൽ എല്ലാവരും ചറവറ എങ്ങണ്ടെങ്കിലും പോവുക. നമ്മുടെ കൂടെ വരുന്നില്ലോ ഇതല്ലേ, എല്ലാവരും ടീമായി നിൽക്കുക. എൻ്റെ ടീം ഫുള്ളും അതുകൊണ്ടാണ് നമ്മുടെ ടീം ജയിക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു സ്ക്വാഡ് വേണം. ഇപ്പോൾ ഇവിടെ അടിക്കൂടെ നമ്മൾ വേഗം ആ എനിമീനെ അടിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അടിക്കാൻ പറ്റില്ല. അതിന് മുമ്പേ നമ്മളെ ഫ്രണ്ടിന് നമ്മളെ റിവൈവ് ചെയ്യാൻ വന്നില്ല. ഇപ്പോൾ ഒരു കളി ഓരെടുത്തിട്ടുണ്ട്. പക്ഷെ 3 കളി നമ്മളല്ലാണ്ട് കുഴപ്പമില്ല, നമ്മളെ ജയിച്ചോളും. അപ്പം അടുത്ത കളി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ജയിക്കും. ഇതിൽ നമ്മൾ ജയിക്കും. ഈ സ്ഥലക്ക് പറ്റുന്ന സ്ഥലം തന്നെ. ഇതിൽ നമ്മളെന്തായാലും പോയി അടിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ തൽക്കാലം നമ്മുടെ SVD എടുത്തിട്ടുണ്ട്. സ്നൈപ്പ് ചെയ്ത് അടിക്കാനാണ് SVD. ഓക്കെ, നമുക്ക് ചാടി കയറാം. സ്നൈപ്പ് ചെയ്ത് അടിക്കാൻ പറ്റില്ല എന്നല്ല, മാർക്ക് അപ്പം നമുക്ക് സ്നൈപ്പ് ചെയ്ത് അടിച്ചത്. ഇവന്മാരുടെ കയറി ഞങ്ങൾ സ്നൈപ്പ് ചെയ്യാൻ ഒരുത്തൻ നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മഡടിക്കുക. മറ്റവരൊക്കെ അങ്ങോട്ട് പോയി, ഞാൻ മാത്രം ഇപ്പോൾ ഇവിടെ ഉള്ളൂ. നമുക്കും പോവാ. ഈ ഇടയിൽ കൂടെ പോവാതെ നല്ലത്. എല്ലാവരും ഇടയിൽ കൂടെ പോണേ. ഞാൻ ഒരു കില്ലെടുത്തേന്ന് ഓൻ്റെ ടീംമേറ്റ് വന്നിട്ട് ഓനെ റിവൈവ് ചെയ്ത് ഗൈസ്. അല്ല റിവൈവ് ചെയ്തിട്ടൊന്നുമില്ല, ഓണ്ടെത്താം. അപ്പോൾ ഓണ്ടെത്തുണ്ട്.
ഞാൻ കൊന്നവണ്ട് എത്താറുണ്ട്. എവിടെ നിന്ന് കേടി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിലൊരു MP40 ഉണ്ട്. നമ്മൾ കുത്തിപ്പിടിക്കണം കേസ്, കുത്തിപ്പിടി. ഞാൻ എന്തായാലും കുത്തിപ്പിടിയാണ് എപ്പോഴും കേസ്. ഇപ്പം നമ്മൾ കുത്തിപ്പിടിക്കുന്ന നോക്കിയോ, ബാക്കിൽ നിന്ന് ആരോ വന്നിട്ട് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടീംമേറ്റ് കൂടെ ചത്തിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഇതായിപ്പോൾ ഞാൻ എന്ത് ചെയ്യും കേസ്, നമ്മളെങ്ങനെയെങ്കിലും മുമ്പിക്ക് പോകാനും നോക്കും. സോൺ നമ്മുടെ അടുത്താണ്. എനിക്ക് മുമ്പിക്ക് പോകാനും പറ്റില്ല, എങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. നമ്മുടെ ഫ്രണ്ട് നമുക്കിതിട്ട് നമ്മളെ കുത്തിപ്പിടിച്ച്, നമ്മൾ നല്ല കുത്തിപ്പിടിച്ചുകൊണ്ട് ബുയ്യ് അടിച്ചിട്ടുണ്ട്. എങ്ങനെ നമ്മൾ കുത്തിപ്പിടിച്ച് ഗൈസ്, അങ്ങനെ നമ്മൾ ബുയ്യ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കോമ്പിനേഷൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം. ഇങ്ങനത്തെ കോമ്പിനേഷൻസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ കൂടെ കളിക്കണമെങ്കിൽ ഞാൻ UID കമൻറ്റിൽ കൊടുത്തേക്കാം. അപ്പോൾ ബൈ.